നല്ല നാടൻ ഞണ്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. നാടൻ ഞണ്ട് ഫ്രൈ ചെയ്യുന്നെങ്കിൽ ആദ്യം നമ്മൾ ഞണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതായത് നാടൻ ഞണ്ടായതുകൊണ്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തത്. നല്ല വൃത്തിയാക്കിയ ഞണ്ടിൻ്റെതാണ്. പിന്നെ അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 7-8 വെളുത്തുള്ളി, ഒരു തക്കാളി, ഇത്രയും മതി. അത് നമ്മൾ നല്ലോണം തോലൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അതിൽ കുറച്ചൊരു 10-15 ചെറിയ ഉള്ളി ഉണ്ട്, കുറച്ച് വെളുത്തുള്ളി, തക്കാളി, ഇത്രയുള്ള ചെറിയ ഉള്ളി അധികം കനം കുറയ്ക്കാതെ അരിഞ്ഞെടുക്കുക. തക്കാളിയും ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ട പൊടികൾ, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി, ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിറകടുപ്പ് ഒരു ചട്ടി വെച്ച് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ല പച്ച മണം മാറുന്ന വരെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഉള്ളി ഓവറായിട്ട് വഴറ്റി വരണ്ട, അത്യാവശ്യത്തിന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും ഇടുക. അങ്ങനെ അത് മൂന്നും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് തക്കാളിയും അത്യാവശ്യത്തിന് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ആ മസാല നല്ലോണം ഇളക്കിയെടുക്കണം. കുറച്ച് നേരം നമ്മളത് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ആ മസാലയിൽ നിന്ന് ഈ വെളിച്ചെണ്ണ പുറത്തേക്ക് വരുന്ന അത്രയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത്രയും നേരം നമ്മൾ അതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ നിൽക്കണ്ട. കുറേ ഇളക്കുമ്പോൾ തന്നെ അത് വെളിച്ചെണ്ണ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇളക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മൂടിയൊന്നും വെക്കണ്ട. എന്നിട്ട് അതിലേക്ക് ഞണ്ട് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഞണ്ടിൽ മസാല വരുന്ന വരെ ഇളക്കുക. മസാല എല്ലാം നമ്മൾ ഞണ്ടിൽ കൂട്ടി മിക്സ് ചെയ്തെടുക്കുക. ഞണ്ടിൽ മസാല പിടിക്കുന്നവരെ നമ്മൾ ആ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം, നാടൻ ഞണ്ടായതുകൊണ്ട് ലേശം വേണ്ട. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം, ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ആ ചട്ടി നമ്മൾ മൂടി വെക്കുക. പിന്നെ നമ്മൾ അടുപ്പത്ത് കിടന്ന് അത് നല്ലതുപോലെ വെന്ത് കുറുകി വരണം. ഇതാണ് അവസാന ഘട്ടം. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നാടൻ ഞണ്ട് റോസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.